ഹോർമൂസ് കടലിടുക്കിൽ തുടരുന്ന ഇന്ധന പ്രതിസന്ധി ഇന്ത്യയെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ കടലിടുക്ക് അടച്ചുപൂട്ടൽ ഇന്ത്യയുടെ LPG ഇറക്കുമതിയുടെ 90% ബാധിച്ചിട്ടുണ്ട്. ഇതോടെയാണ് രാജ്യത്തെ പ്രകൃതിവാതക സംഭരണ കേന്ദ്രങ്ങൾ കൂടുതൽ വിപുലീകരിക്കുന്നതിനും അധികമായി വാതക ശേഖരണ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും കേന്ദ്ര നടപടികൾ തിടുക്കത്തിലാക്കി. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച വികസന പ്രവർത്തനങ്ങൾ നഗരങ്ങളിൽ വീടുകളിലേക്ക് പ്രകൃതിവാതകം എത്തിക്കുന്ന പൈപ്പ് ലൈൻ സംവിധാനങ്ങൾ നടപ്പായിക്കൊണ്ടിരിക്കുക. ഇനി ഒരു പ്രതിസന്ധി ഉണ്ടായാൽ രാജ്യം പ്രകൃതിവാതകത്തിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തമാക്കണം. അതാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ലക്ഷ്യം. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും തന്ത്രപരമായി പ്രകൃതിവാതകം ശേഖരിച്ച് സൂക്ഷിക്കാനാകണം. അതിനായി രാജ്യത്തെ ഗ്യാസ് പൈപ്പ് ലൈൻ അടിസ്ഥാന സൗകര്യങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. കടലിടുക്ക് തടസ്സപ്പെട്ടതിനെ തുടർന്ന് ഊർജ്ജ വിതരണത്തിൽ കുറവുണ്ടായതിനാൽ രാജ്യത്തുടനീളം ഗ്യാസ് പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതും വികസിപ്പിക്കുന്നതും അത് കാര്യക്ഷമമാക്കുന്നതും വേഗത്തിലാക്കുന്നതിന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ഇതാ ഉത്തരവും പുറപ്പെടുവിച്ചു. വീടുകളിലേക്കുള്ള ഗ്യാസ് കണക്ഷൻ ഉൾപ്പെടെ പ്രകൃതിവാതക അടിസ്ഥാന സൗകര്യങ്ങളുടെ വേഗത്തിലുള്ള പൈപ്പ് ലൈൻ ഇൻസ്റ്റലേഷൻ അതിന്റെ നിർവഹണ ഏജൻസികൾക്ക് ഇനി കൂടുതൽ കൃത്യതയോടെ വേഗത്തിൽ സാധ്യമാണ്. പൈപ്ഡ് പ്രകൃതിവാതക ശൃംഖലകളുടെ വിപുലീകരണം സുഗമമാക്കുക, കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുക, പാചക വാതകം, ഗതാഗതം, വ്യവസായ ആവശ്യങ്ങൾ എന്നിവയ്ക്കായി ശുദ്ധമായ ഇന്ധനങ്ങളിലേക്ക് ഉള്ള മാറ്റം പ്രോത്സാഹിപ്പിക്കുക, അതുവഴി ഊർജ സുരക്ഷ രാജ്യത്ത് ശക്തിപ്പെടുത്തുക. പിന്നെ ഗ്യാസ് അധിഷ്ഠിത ഒരു സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള ഇന്ത്യയുടെ പരിവർത്തനം വേഗത്തിലാക്കുക. ഇതാണ് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അടിയന്തരമായി നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നതിന്റെയും നിയന്ത്രണ തടസ്സങ്ങൾ കുറയ്ക്കുന്നതിലൂടെയും ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതി നിർമ്മാണ പങ്കാളികളുടെ പ്രവർത്തന അന്തരീക്ഷം മെച്ചപ്പെടുത്തുക കൂടിയാണ് ലക്ഷ്യം. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുമ്പോൾ തന്നെ ഈ നടപടികൾ പ്രകാരം രാജ്യത്ത് ഊർജ്ജ സുരക്ഷിതത്വം ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ വ്യക്തമാക്കി. 53 ലക്ഷം മെട്രിക് ടൺ തന്ത്രപരമായ പെട്രോളിയം ശേഖരവും 41 രാജ്യങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന പ്രകൃതിവാതക ഇറക്കൽ ശൃംഖലയും ഇപ്പോൾ ഇന്ത്യക്കുണ്ട്. ആഗോള ഊർജ്ജ വിതരണത്തിന്റെ ഗണ്യമായ പങ്ക് നിർണായകമായ ജലപാതയിലൂടെയാണ് കടന്നത്. ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ അസംസ്കൃത എണ്ണ, ഗ്യാസ്, വളം, മറ്റ് പല ഊർജ്ജ സ്രോതസ്സുകൾ ഇവയും കപ്പൽ മാർഗം ഇതുവഴി കടന്നു. ഇവയുടെയൊക്കെ സുരക്ഷയും ലഭ്യതയും ഉറപ്പുവരുത്താനുള്ള നടപടികളാണ് ഇപ്പോൾ കേന്ദ്രം കൈക്കൊണ്ടുള്ളത്.